all, welcome to Civil Service Simplified. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഈ വ്യക്തിയെ അറിയാത്ത ആരും ഇപ്പോൾ ഇന്ത്യയിലില്ല. കാരണം ഒരു കോൺട്രവേഴ്സ്യൽ സ്പീച്ച് നടത്തിയ അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജാണ് ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ പറയുമ്പോൾ അധിക പേരും ഒരു നെഗറ്റീവ് ടേമിലാണ് ഈ ഒരു വ്യക്തിയെ പറയാറ്. എന്നാൽ ഈ വ്യക്തി കാരണം ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വലിയൊരു റിഫോം തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോട് ഓരോ ഇന്ത്യക്കാരനും പേഴ്സണലി താങ്ക്സ് പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം റിഫോംസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മെയിൻലി കൊളീജിയം സിസ്റ്റത്തിലുള്ള പ്രശ്നം. കാരണം കൊളീജിയം സിസ്റ്റം ഒരു ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫയൽസ് മാത്രം നോക്കിയിട്ടായിരുന്നു കൊളീജിയം സിസ്റ്റം റെക്കമെൻഡ് ചെയ്യാറ്. എന്നാൽ ഈ ഒരു പ്രശ്നത്തിന് ശേഷം കൊളീജിയം സിസ്റ്റം തീരുമാനിച്ചിട്ടുള്ളത് ഏതൊരു വ്യക്തിയെയും റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവരെ പേഴ്സണലി ഇന്ററാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ റെക്കമെൻഡ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ കൊളീജിയം സിസ്റ്റം എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ റിഫോം എന്ന് പറയുന്നത് നെപ്പോട്ടിസം. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നെപ്പോട്ടിസം ഉണ്ട് എന്ന് ഒരുപാട് ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ രാജ്യത്ത് നടക്കാറുണ്ട്. എന്നാൽ ആ ഒരു കാര്യത്തിലും നിർത്തലാക്കാൻ പോവുകയാണ് കൊളീജിയം സിസ്റ്റം. കൊളീജിയം സിസ്റ്റം പറഞ്ഞിട്ടുള്ളത് ഒരു ജഡ്ജിന്റെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ നമ്മൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കൊളീജിയം സിസ്റ്റം പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു കാര്യം നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ യാദവ്, ഈ ജസ്റ്റിസ് ആണ്. ഈ ജസ്റ്റിസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നുവെങ്കിലും ഇങ്ങനെ ഇത്രയും വലിയൊരു റിഫോം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കൊണ്ടുവന്നുകൊണ്ട് ആ വ്യക്തിയോട് നമ്മൾ ഒരു നന്ദി പറയണ്ടേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. And thanks for watching me and stay tuned for another video. Okay, thank you.